കേരളത്തിൽ പ്രമാദമായ ഒരു പീഡന കേസായിരുന്നു വേടന്റെ കേസ്. എന്തിനു ഇവിടെ പറയാൻ പോകുന്നു? അല്ല ഒരു കണക്ഷൻ കിട്ടിയപ്പോ പെൺകുട്ടിയുടെ പേര് പറയാൻ നിയമം അനുവദിക്കുന്നില്ലല്ലോ. നീ സംഭവം വിട്ടെ കളഞ്ഞേ. നിയമത്തിന്റെ സംരക്ഷണങ്ങളൊക്കെ എപ്പോഴും പെൺകുട്ടികൾക്കൊപ്പോ അതൊക്കെ നിന്റെ തോന്നലാണ്. പീഡന കേസ് കൊടുത്ത സ്ത്രീക്ക് പ്രശ്നമില്ലെന്നാണ് പറയുന്നത്. അതെ അതെ, ഇത്രയും ക്രൂരത കാണിക്കരുത്. നിവിൻ പോളിക്കെതിരെ കേസ് കൊടുത്ത ആളെ അറിയോ? നിവിൻ പോളിക്കെതിരെയല്ല, എനിക്ക് പേഴ്സണലി അറിയില്ല. എന്ത് പോക്കത്തിനോട് താനീ പറയുന്നത്? വേടനെതിരെ കേസ് കൊടുത്ത ആളെ അറിയോ? ആ സ്പേസുകൾ അറിയാം. അത് ഞാൻ നിന്റെ അടുത്ത് കള്ളം പറഞ്ഞതാ. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ കേസ് കൊടുത്ത മൂന്ന് പേരെ അറിയോ? 3 പേരെ അറിയില്ല. നിങ്ങൾ ഒരാൾ കാരണം അവർ ഈ കോപ്പറേറ്ററെല്ലാം കാണിച്ചു കൂട്ടുന്നത് അറിയില്ലല്ലോ. 3 പേരെ അറിയില്ല. 3 പേരെ അറിയില്ല. അറിയില്ലല്ലോ. അറിയാവുന്നവരുണ്ട്. അറിയാവുന്നവരുണ്ടല്ലോ. 3 പേരെ അറിയില്ലല്ലോ. ഞാൻ തമാശ പറഞ്ഞല്ല. നീ തമാശ പറഞ്ഞാണെന്ന് ആര് പറഞ്ഞു? അപ്പൊ അത്രയും പ്രശ്നം സ്ത്രീക്ക് ഇല്ലെന്നേ. ഇപ്പൊ എങ്ങനെയിരിക്കുന്നു? ഇത് വടി കൊടുത്ത് അടി വാങ്ങുന്ന പരിപാടിയാണല്ലോ ബാബു. പുരുഷനെ അവിടെ പഠിപ്പിക്കപ്പെടുന്നത്. വിഷമമുണ്ടാവും, പക്ഷെ പിടിച്ചെന്നേക്കണം. നിങ്ങളിങ്ങനെ അത് ഭയങ്കര ഒരു നല്ല ഡയലോഗ് പറയാൻ വന്നതാ, മറന്നുപോയി. കള്ളക്കേസുകളിൽ പുരുഷനാണ് പീഡിപ്പിക്കപ്പെടുന്നത്. നിനക്കും പേടിയായോ? കള്ള കേസുകളിൽ പുരുഷനാണ് പീഡിപ്പിക്കപ്പെടുന്നതെന്ന് ഞാൻ വിശ്വസിക്കത്തില്ല. ഞാൻ അവിഹിതമാണല്ലോ, എനിക്കുണ്ടായത് അവിഹിതമായ കുട്ടിയാണല്ലോ. തൊലിക്ക് നല്ല കട്ടിയാണല്ലേ. എന്നിട്ടാണോ അത് പറഞ്ഞപ്പോൾ താങ്കളോട് കിടന്ന് ചൂടായി പറ്റും? ഇത്രയും വലിയ ഗതികെട്ടവൻ ഈ ലോകത്ത് വേറെ ആരെങ്കിലും ഉണ്ടാവും എന്റെ കർത്താവേ? ഞാൻ പറഞ്ഞു ഇത്, ഞാനിപ്പോ അതിനെ അങ്ങനെ അഡ്രസ് ചെയ്യുന്നു. ഇനി പ്രശ്നമില്ല എനിക്ക്. അഭിഹിതം എന്താണ്, വ്യഭിചാരം എന്താണെന്ന് എനിക്കറിയാം. ഞാൻ ഇതിനൊക്കെ വളരെ പോസിറ്റീവായിട്ട് കരുതുന്നു. ലോകത്തിലേക്ക് ഏറ്റവും വലിയ അലവലാതിക്കുള്ള ഒളിമ്പിക് സ്വർണം നിനക്ക് കിട്ടും. അവിഹിതമെങ്കിൽ അവിഹിതം, വ്യഭിചാരമെങ്കിൽ വ്യഭിചാരം. അറിയാത്ത പിള്ളക്ക് ചൊറിയുമ്പോഴേ അറിയൂ